അത്തച്ചമയ ആഘോഷങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും ഇത്തവണ എന്നുള്ളത്. കഴിഞ്ഞ ഓരോ തവണയും ഇപ്പൊ നമുക്കറിയാം കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ കോവിഡിന് മുൻപും ശേഷവും ഒന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും അതിന് ഒരു മാറ്റവും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് അനുഭവം ഉള്ളത്. അപ്പൊ നമുക്ക് റിപ്പോർട്ടറെ റീലോഞ്ച് ശേഷമുള്ള 3 അത്തച്ചമയ ആഘോഷവും റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഓരോ വർഷവും അതിനനുസരിച്ച് അതിന്റെ ആഘോഷം പൊലിമയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചമയങ്ങളൊക്കെ കാണണം, നമ്മൾ കണ്ടു തന്നെ അത് അറിയണം എന്നുള്ളതാണ്, നേരിട്ട് കണ്ടു തന്നെ അറിയണം. അത്രയും രസകരമായിട്ടാണ്. മലയാളിക്ക് അങ്ങനെയാണ്, നമ്മൾ എത്ര പ്രതിസന്ധി വന്നാലും എത്ര കാറും കോളും വന്നാലും ആ കർക്കിടകം മാറി ചിങ്ങം വരുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയുമാണ്. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഓണം കളറാക്കുക എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ച് മാറ്റാൻ പറ്റില്ല. ഓണം എങ്ങനെ അടിച്ചു പൊളിക്കാം, എങ്ങനെ ഓണം മൂഡ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഓണം കളർഫുൾ ആക്കാം എന്ന് തന്നെയായിരിക്കും ഓരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നെന്തായാലും അത്തം തുടങ്ങിക്കഴിഞ്ഞു, എല്ലാ വീടുകളിലും പൂക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. പൂക്കളം ഇടുന്ന ദിവസമാണ് ഇന്ന് തൊട്ട്. മാവേലിയെ വരവേൽക്കാനായിട്ട് പൂക്കളം ഇട്ട് ആ ഓണത്തിലേക്കുള്ള ഒരു മുന്നോട്ട് 10 ദിവസം കൂടി കഴിഞ്ഞാൽ തിരുവോണമാണ്. തൃപ്പൂണിത്തുറയിലാണെങ്കിൽ ഇന്ന് അത്തം ഘോഷയാത്ര. ഈ നഗരം ഇന്ന് വർണ്ണാഭമായി മാറുന്ന ഒരു കാഴ്ചയ്ക്കാണ് മണിക്കൂറുകൾ കഴിഞ്ഞ് കാണാൻ പോകുന്നത്. ശ്രുതി ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും തൃപ്പൂണിത്തുറ ഇനി അങ്ങോട്ട് മാറാൻ പോകുന്നത്? ജനസാഗരം, അതായത് ഒരു കടൽ തന്നെ നമുക്ക് ഇവിടെ കാണാം എന്നുള്ളതാണ്. കടൽ കാണുന്നതിനൊപ്പം തന്നെ കളർഫുൾ ആയിട്ടുള്ള കടൽ കാണാം എന്നുള്ളതാണ്.